വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം തീർത്തായിരുന്നു. അക്കൗണ്ടൻസി ഇൻട്രൊഡക്ഷനും മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്. ഇത് രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിലെ ഫസ്റ്റ് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ്, ഇതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് എന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗുലർ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫേഴ്സ് ടു വൺ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ആൻ ഐഡിയ. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്യാറ്റ്, ബോയ്, ഇപ്പോൾ ഒരു എ ബേഡ്, എ ഗിറ്റാർ, എ കമ്പ്യൂട്ടർ, അതൊക്കെയാണ് സിംഗുലർ നൗൺ. പ്ലൂറൽ നൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിലധികം, ഒന്നോ അതിലധികമോ, അതിനാണ് പ്ലൂറൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ നേരെ ഒരു എസ് ആഡ് ചെയ്താൽ മതി. ക്യാറ്റ് എന്ന് പറയുമ്പോൾ ക്യാറ്റ്സ്, ബോയ്സ്, ബോയ്സ്, ചെയർ, ചെയേഴ്സ്, സിറ്റി, സിറ്റീസ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷിൽ ബേസിക്കാണ് പ്ലൂറലും സിംഗുലറും പ്ലൂറലും. പിന്നെ പ്ലൂറൽ ഫോംസിന് ചില വ്യത്യാസമുണ്ട്. എല്ലാത്തിനും എസ് എൽ ആഡ് ചെയ്യേണ്ടത്, ചില സമയത്തിന് ഇ എസ് ആഡ് ചെയ്യണം, ചിലതിന് ഐ ഇ എസ് എന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദി നൗൺ എസ് ആണ് ആഡ് ചെയ്യണം. കാറ്, കാർസ്, ഡോഗ്, ഡോഗ്സ്. പിന്നെ ഇ എസ് ആഡ് ചെയ്യേണ്ടത് നൗൺ എൻഡിങ് എസ്, പിന്നെ എസ് എച്ച്, സി എച്ച്, പിന്നെ എക്സ്, ഇസെറ്റ്, എസ് എസ് ഒ. അപ്പോൾ ഇത്ര വരുന്ന സംഭവത്തിന് നൗണ് എൻഡ് ചെയ്യണ ലെറ്റർ ഇതാണെങ്കിൽ ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബസ്, ബസ്സസ്, വാച്ച്, വാച്ചസ്, ബോക്സ്, ബോക്സസ്, അങ്ങനെ ഇതുപോലെ വേണം ചെയ്യാൻ. ഇപ്പോൾ മാംഗോ, മാംഗോസ്, അങ്ങനെ. ഇപ്പോൾ പ്രിൻസസ്, പ്രിൻസസസ്, അങ്ങനെ. പിന്നെ ഉള്ളതാണ് വൈ. ലെറ്റർ വൈ ആണ് എൻഡ് ചെയ്യണമെങ്കിൽ ഐ എസ് എന്നാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബേബി, ബേബീസ്, സിറ്റി, സിറ്റീസ്, അങ്ങനെ. പക്ഷേ വൈ ചിലതിൽ വർക്കാവില്ല, അവിടെ എസ് ആണ് വേണ്ടത്. ബോയ്, ബോയ്സസ്, കീ, കീസ്. അപ്പോൾ ചില എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ വേർഡ് എൻഡിങ് എഫും എഫ് ഇ ആണെങ്കിൽ അതിന് വി എസ് എന്ന് ആഡ് ചെയ്യണം. ഇപ്പോൾ വോൾഫ്, വോൾഫ്സ്, നൈഫ്, നൈഫ്സ്. ആ സ്പെല്ലിംഗ് ഇപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് വർക്കാവാത്ത ചില കേസസ് ഉണ്ട്, എക്സംഷൻസ് ഉണ്ട്. റൂഫ്, റൂഫ്സ്, ബിലീഫ്, ബിലീഫ്സ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. പിന്നെ ഇപ്പോൾ രണ്ട് ഓ വന്നതാണെങ്കിൽ രണ്ട് ഇ എന്ന് കൺവേർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ടൂത്ത്, ടീത്ത്, ഫൂട്ട്, ഫീറ്റ്, അങ്ങനെ. പിന്നെ അടുത്തതാണ് ഇറഗുലർ പ്ലൂറൽ ഫോംസ്. ഇറഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ നമ്മൾ കണ്ട് ഒന്നല്ലെങ്കിൽ എസ്, അല്ലെങ്കിൽ ഇ എസ്, അല്ലെങ്കിൽ ഐ വി എസ്, അല്ലെങ്കിൽ ടീത്ത്, ഇതൊക്കെ വി എസ്. ഇതാണ് നമ്മൾ നോർമൽ പ്ലൂറൽ ഫോം കണ്ടത്. ഇറഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വേർഡാവും. അതാണ് ഇത് ഇറഗുലർ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ മാൻ, മെന്നാവും, ടൂത്ത്, ടീത്തായി, ഫൂട്ട്, ഫീറ്റായി, അങ്ങനെ. പിന്നെ ചിലതിന് സെയിം സിംഗുലറും പ്ലൂറലും സെയിം ആയിരിക്കും. ഡിയർ, ഡിയർ, ഷീപ്പ്, ഷീപ്പ്, ഫിഷ്, ഫിഷ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചില വേർഡിന് പ്രത്യേകമുണ്ട്. ഇപ്പോൾ ഫംഗസിന് ഫംഗി എന്നാണ് പറയുന്നത്, കാറ്റക്സിന് കാക്ടി എന്നാണ് പറയുന്നത്. പിന്നെ അനലൈസിസ്, അനലൈസസ്, ക്രൈസിസ്, ക്രൈസസ്. അപ്പോൾ ആ സ്പെല്ലിങ് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഐ എസിന് പകരം ഇ എസ് ആക്കി, ഇവിടെ ക്രൈസിസിൻ്റെ ഐ എസിന് പകരം ഇ എസ് ആക്കി. പിന്നെ അടുത്തത് ഓൺ എ ആയി, ഫിലോമിന എന്നായി, ഫിനോമിനൻ ആയി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേണമെങ്കിൽ ഫിഷിന് വേണമെങ്കിൽ ഫിഷസ് എന്നും പറയാറുണ്ട്. അത് രണ്ടും സെയിം തന്നെയാണ്, ഏകദേശം സെയിമാണ്. പിന്നെ അടുത്തതാണ് കോമ്പൗണ്ട് നൗൺസ്. കോമ്പൗണ്ട് നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേർഡ് തമ്മിൽ വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ വൺ വേർഡ്, ഇപ്പോൾ റിട്ടേൺ ആസ് വൺ വേർഡ് എന്ന് വെച്ചാൽ ഹാൻഡ് ഫുൾ. ഇപ്പോൾ ഇത് രണ്ട് വേർഡാണ്, ഹാൻഡ് ഫുള്ള്, അങ്ങനെ. ഇപ്പോൾ ടൂത്ത് ബ്രഷ്, ടൂത്തും ബ്രഷ് എന്നും കൂടി ഉൾപ്പെടുന്നതാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനെയാണ് കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കോമ്പൗണ്ട് നൗൺസ് തന്നെ ക്ലോസ്ഡ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് എഴുതുന്നത്. ഇപ്പോൾ ഹാൻഡ് ഫുൾ ഒക്കെ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ടൂത്ത് ബ്രഷ് അത് ഒരുമിച്ചാണ്. അപ്പോൾ അതൊക്കെ ക്ലോസ്ഡ് കോമ്പൗണ്ട് നൗൺസ് ആണ്. അടുത്തത് ഓപ്പൺ കോമ്പൗണ്ട് നൗൺസ് ഉണ്ട്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ്, അപ്പോൾ രണ്ട് വേർഡാണ്, പക്ഷേ പോസ്റ്റ് ഓഫീസ് എന്നാണ് സെപ്പറേറ്റ് എഴുതുന്നത്. അത് രണ്ട് വേർഡാണ്, പക്ഷേ അത് ഒറ്റ വാക്കായിട്ടാണ് പറയുന്നത്, പോസ്റ്റ് ഓഫീസ്. ഇപ്പോൾ ഹൈസ്കൂൾ, ഹൈസ്കൂൾ. ഇപ്പോൾ ഇത് രണ്ട് വേർഡാണ്, പക്ഷേ ഒറ്റ വേർഡായിട്ടാണ് പറയുന്നത്. അതിനാണ് കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നത്. പിന്നെ ചിലത് ഐഫൺ ഇട്ട് നമ്മൾ എഴുതാറുണ്ട്, അതാണ് ഇത്. മദർ ഇൻ ലോ, അപ്പോൾ അതിൻ്റെ പ്ലൂറൽ മദേഴ്സ് ഇൻ ലോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യം. പിന്നെ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് വെച്ചാൽ പ്ലൂറൽ ഫോം സെയിം വേർഡ് തന്നെയാണ്. ഇപ്പോൾ വാട്ടർ, ഇൻഫോർമേഷൻ, അഡ്വൈസ്, ഫർണിച്ചർ. ഇതിന് പ്ലൂറൽ ഫോം ഇല്ല. ഇപ്പോൾ ഈ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വൺ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് ഗീവ് വൺ വാട്ടർ എന്ന് പറയാൻ പറ്റില്ല, സം വാട്ടർ എന്ന് പറയണം. പ്ലീസ് ഗീവ് ഇൻഫോർമേഷൻ, വൺ ഇൻഫോർമേഷൻ എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ സം ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്കിപ്പോൾ ഹാപ്പിനെസ് ഒക്കെ നമുക്ക് അളക്കാൻ പറ്റില്ല. പ്ലീസ് ഗീവ് മീ വൺ ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വൺ ലവ് എന്ന് പറയാൻ പറ്റില്ല, വൺ ഫ്രീഡം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് സിംഗിളായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഫർണിച്ചർ, മെറ്റൽ, അതൊക്കെ നമുക്ക് ഗീവ് മീ എ ഫർണിച്ചർ, ഒരു ഫർണിച്ചർ തരാൻ അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വലി കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി പ്ലൂറൽ ഫോമും ഇല്ല. നമുക്കിപ്പോൾ ഇനി സം, എനി, മച്ച്, ലിറ്റിൽ എന്നൊക്കെ യൂസ് ചെയ്യും. ഗീവ് മീ സം വാട്ടർ, ഗീവ് മീ സം അഡ്വൈസ്, അതുപോലെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സിംഗിളും പ്ലൂറലും നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസോ അങ്ങനത്തെ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതെല്ലാം വർക്കൗട്ട് ചെയ്ത് ആൻസർ കണ്ടെത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്ലൂറലിലും സിംഗുലറിലും പഠിക്കാനുള്ളത് നൗൺസിൽ. ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. മെയിനായിട്ട് പഠിക്കേണ്ടത് ഓർത്തിരിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. സിംഗുലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1, പ്ലൂറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം. പിന്നെ മെയിനായിട്ട് ഇവിടെ സ്പെല്ലിങ് ചേഞ്ച് ആവുന്ന ശ്രദ്ധിക്കും. മോസ്റ്റ് ഓഫ് ദി നൗൺ എസ് ആയിരിക്കും. പിന്നെ ചിലതിന് ES ആഡ് ചെയ്യണം, ചിലതിന് IS ആഡ് ചെയ്യണം, ചിലതിന് VES ആഡ് ചെയ്യണം, പിന്നെ ചിലത് O എന്നുള്ളത് E ആവും. അതിനാണ് ഇറഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആയിരിക്കില്ല. മെൻ ആവും, ടൂത്ത് ടീത്ത് ആവും. പിന്നെ സെയിം പ്ലൂറലും സിംഗുലറും സെയിം ആയിരിക്കും. ഡിയർ, ഷീപ്പ് അങ്ങനെ. പിന്നെ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഓർത്തിരിക്കുക. ഫംഗസ്, ഫംഗി, കാറ്റസ്, കാറ്റി, അനലൈസിസ്, ക്രൈസിസ്, ഫിനോമിന. പിന്നെ അടുത്തത് അൺകൗണ്ടബിൾ നൗൺസ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് സിംഗുലറായിട്ട് അളക്കാൻ പറ്റില്ല. ഇപ്പോൾ സം വാട്ടർ, സം അഡ്വൈസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.